إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم ما صليناه وما سلمناه على النبي الكريم هدية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه وأزواجه وأولاده وأهل بيته وصحبه وأتباعه وأهل الخير كلهم أجمعين. رضوانك وسلامك عن كل واحد منهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم افض علينا وعلى جميع المسلمين من فيوضاتهم يا رب العالمين. وإلى أرواح من ماتوا منا ومن المسلمين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اجمع بيننا وبينهم في دار الأمان مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب من تعلق بنا من الدين والمظالم والنار. اللهم بارك لنا ولمن أوصانا بالدعاء ولمن أعاننا ولجميع إخواننا ولجميع المسلمين في أمورنا وأمورهم بركة تامة يا رب العالمين. الله ربنا تقبل منا كل أمورنا لا سيما أمرنا هذا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, വിശുദ്ധമായ റമദാൻ ശരീഫിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. SKSSF തോണിപ്പുറം ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ റമദാൻ പ്രഭാഷണത്തിന്റെ തുടക്കം കുറിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമുക്കറിയാം, ലോകം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
കൊറോണ വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലവിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ നമ്മുടെ പരിപാടികളൊക്കെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ജമാഅത്തുകളടക്കം എല്ലാ പരിപാടികളും സർക്കാർ നിയമം മൂലം വിലക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ വിശുദ്ധമായ റമദാനിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ മതപഠന ക്ലാസും അതേപോലെ ദുആ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ നമ്മുടെ തോണിപ്പറം യൂണിറ്റിന്റെ പ്രസിഡന്റ് ഇങ്ങനത്തെ ഒരു ആശയം പറയുകയും ബാക്കിയുള്ള നമ്മുടെ യൂണിറ്റിലെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചപ്പോൾ അവരുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയോടെയാണ് ഈ പരിപാടിക്ക് രൂപം കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉതകുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ലോക്ക്ഡൌണുമായി നമ്മളൊക്കെ വീട്ടിൽ വിശ്രമിക്കുകയാണെങ്കിലും ഇപ്പോഴുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ക്ലാസുകളും അതേപോലെയുള്ള ദിക്റുകളും ദുആ മജ്ലിസുകളും ഒക്കെ വിവിധങ്ങളായ നാടുകളിൽ നടക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ ഞായറാഴ്ച മുതൽ തുടർന്നുള്ള വിശുദ്ധ റമദാനിലെ എല്ലാ ഞായറാഴ്ചകളിലും SKSF തോണിപ്പുറ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ സംഘടിപ്പിച്ച ഓൺലൈൻ പ്രഭാഷണത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് എല്ലാവർക്കും ഔപചാരികമായി സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ലക്ഷ്യം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെച്ച നമ്മുടെ യൂണിറ്റ്, നമുക്കറിയാം, ഈ സഹചാരി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റിലെ നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ അതിന് നമ്മൾ തുനിഞ്ഞപ്പോൾ വലിയൊരു സംഖ്യ നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത ഉസ്താദുമാരെയും പ്രവർത്തകരെയും ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അതേപോലെ നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നല്ല പിന്തുണകൾ നൽകുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ മഹത്തായ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് CM സാദിഖ് ഫൈസി ഉസ്താദാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ സംഗമത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ആമുഖ പ്രഭാഷണവും ചെയ്ത് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തു തരുന്നത് നമ്മുടെ യൂണിറ്റിലെ സംഘടനാ രംഗത്തെ നമ്മുടെ ഗുരുവര്യർ കൂടിയായ ബഹുമാനപ്പെട്ട TK സുബൈർ ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ സാരസമ്പൂർണമായ ഒരു ക്ലാസ്സിന് നേതൃത്വം നൽകാൻ തയ്യാറായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് ഖാദിയും എന്റെ ആദരണീയനായ ഗുരുവര്യൻ കൂടിയായ CM അഷ്റഫ് ദാരിമി ഉസ്താദ് അവറുകളെ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ യൂണിറ്റ് ട്രഷറർ A സലീം അടക്കമുള്ള അതേപോലെ എല്ലാവരെയും ഈ പരിപാടിയിൽ സംഗമിക്കുന്ന അത് ശ്രവിക്കുന്ന ഓൺലൈൻ ശ്രോതാക്കളടക്കമുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ കബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ
ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട യൂണിറ്റ് പ്രസിഡന്റ് CM സാദിഖ് ഫൈസിയെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾക്ക് അടിവരയിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയവും ബഹുമാനവും നിറഞ്ഞ അഭിവന്ദ്യനായ മഹല്ല ഖാദിയും ഉസ്താദ് കൂടിയായ CM അഷ്റഫ് ദാരിമി, SKSSFന്റെ സംസ്ഥാന കൗൺസിലറും നമ്മുടെ സംഘടനാ ഗുരുവുമായ TK സുബൈർ മുസ്ലിയാർ, ശാഖ സെക്രട്ടറി ഷറഫുദ്ദീൻ അസ്ലമി, ട്രഷറർ സലീം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ വഴി ഞങ്ങളുടെ SKSP യൂണിറ്റിന്റെ ഓൺലൈൻ പ്രഭാഷണം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, സംഘടനാ ബന്ധുക്കളെ, അസ്സലാമു അലൈക്കും. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ ഷരീഫ്, സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ പരിശുദ്ധ മാസം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സുഹൃതങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. SKSF തോണിപ്പുറം ശാഖയുടെ കീഴിലായിക്കൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ഷരീഫിനോടനുബന്ധിച്ച് ഈ മാസത്തിലെ 4 ഞായറാഴ്ചകളിലായിക്കൊണ്ട് ഓൺലൈൻ പ്രഭാഷണം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ പ്രാരംഭം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് COVID-19 ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മളെല്ലാവരും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി ഒരു പ്രഭാഷണം നടത്താൻ നിയമപരമായി കൊണ്ടും അല്ലാതെയും തടസ്സം നേരിടുന്ന ഈ അവസരത്തില് ഇങ്ങനെ ഒരു ഓൺലൈൻ വഴി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞങ്ങൾ മുന്നോട്ടിറങ്ങിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നിങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, SKSSF യൂണിറ്റിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ പ്രഭാഷണം, ഓരോ ഞായറാഴ്ചയിൽ നടത്തുന്ന പ്രഭാഷണം, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ നടത്തുന്ന ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പവിത്ര മാസം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ നമ്മൾ എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങണമെന്നും ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഈ 2-3-4 ഒരാഴ്ചകൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിടപറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷററും നമ്മുടെ പാലക്കാട് ജില്ലയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല, നമ്മുടെ ഈ തോണിപ്പുറം മഹല്ലുകാരുടെ ഓരോ ഉയർച്ചയിലും നമുക്കൊപ്പം നിന്ന, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ, നമ്മുടെയൊക്കെ ഒരു മഹല്ലത്തിലെ ഒരു വ്യക്തിയെ പോലെ നമ്മോടൊപ്പം നിന്ന് നമ്മുടെ നാടിനെ ഉയർത്താൻ കാരണക്കാരനും കൂടിയായ ശൈഖുനാ CKM സാദിഖ് ഉസ്താദ് നമ്മൾ വിട്ടുപറഞ്ഞു. അത് നമുക്ക് നികത്താനാവാത്തൊരു വിടവാണ്. അള്ളാഹു അത് നമുക്ക് പരിഹരിച്ചു തരുമാറാവട്ടെ. ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ഉസ്താദിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യപ്പെടുന്നതോടൊപ്പം നമ്മുടെയൊക്കെ ഈ മഹല്ലത്തിന്റെ ആത്മീയപരമായി നമുക്ക് എപ്പോഴും നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുവന്ദ്യരായ നമ്മുടെ ഉസ്താദും എൻ്റെ ഗുരുവര്യനും എൻ്റെ പിതാവുമായിരിക്കുന്ന CM മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ TK ഹംസ മുസ്ലിയാർ, നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ഉമറാക്കളെ, നാട്ടുകാരൊക്കെ മരിച്ചുപോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ നാടിന് വേണ്ടി പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മോടൊപ്പം സാമ്പത്തികമായി നമ്മളെ സഹായിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലെ ഗുണകാംക്ഷികളായ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറായ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ പ്രതിസന്ധി അള്ളാഹു മാറ്റി ഒരു റാഹത്തുള്ള സമാധാനമുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ആമുഖ പ്രഭാഷണവും അതോടൊപ്പം നമ്മുടെ ശൈഖുനാ സാദിഖ് ഉസ്താദിന്റെ ഒരു അനുസ്മരണവും നടത്തിക്കൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ നാട്ടുകാരുടെ നമ്മുടെ സംഘടന നമുക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ SKSSFന്റെ സംസ്ഥാന കൗൺസിലറുമായ TK സുബൈർ ഉസ്താദിനെ ആദരപൂർവ്വം ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യനായ ഉസ്താദ് അഷ്റഫ് ദാരിമി, ഈ സംഘത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സാദിഖ് ഫൈലി, ഇതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ അസ്ലമി, മറ്റ് സലീം സാഹിബ് അടക്കമുള്ള SKSFന്റെ പ്രവർത്തകരെ, തോടിപ്പുറം ശാഖ SKSF കമ്മിറ്റി സംഘടിപ്പിച്ച ഈ റമദാൻ ക്യാമ്പയിൻ അഥവാ ഓൺലൈൻ വഴി നമ്മുടെ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു പരിപാടി ഇതിന്റെ പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചു. ഈ COVID-19 നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ രാജ്യത്തുമൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു തടസ്സമായി സർക്കാരിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പള്ളികളിലെ ജമാഅത്തും അതുപോലെ തന്നെ ജുമുഅയും തന്നെ മുടങ്ങിയ ഈ സാഹചര്യത്തിൽ ഇതുപോലത്തെ മാർഗങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനത്തിന് വേറെ മാർഗമില്ലാത്ത ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഈ ശാഖ കമ്മിറ്റിയെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് വാക്കുകളില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വന്ധ്യരായ ഉസ്താദിന്റെ ക്ലാസ് ഇവിടെ നടക്കാനുണ്ട്. പരിശുദ്ധമായ റമദാനിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ ക്യാമ്പയിൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 4 വെള്ളിയാഴ്ചകളിലായി മതപഠന ക്ലാസുകളും 4 വെള്ളിയാഴ്ചകളായി നമ്മുടെ മതപഠന ക്ലാസും അതുപോലെ തന്നെ 27ാം രാവ് സമാപിച്ചു. 27ാം രാവിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു സമാപന ദുആയും ഒക്കെ നടത്തിയാണ് സാധാരണ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ മഹല്ലിൽ നടക്കാറുള്ളത്. അതിനൊക്കെ വിഘാതമായി വന്ന ഈ സമയത്താണ് നമ്മുടെ മഹല്ല് എല്ലാ പ്രവർത്തനങ്ങൾക്കും മഹല്ല് കമ്മിറ്റിയോടും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ SKSF പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഏത് നിലക്കും അവർ അഭിനന്ദിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ശാഖ SKSF 4 ഞായറാഴ്ചകളിലായി നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ പരിപാടിയുടെ തുടക്കമാണിന്ന്. ഇത് നിലനിൽക്കാനും ഇത് സംഘടിപ്പിച്ച പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇതിന്റെ ആദ്യ ഭാഗം റഹ്മത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം മഗ്ഫിറത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം ഇത്ഖിന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ തുടക്കത്തിൽ ഒരു വലിയ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട സ്വഹാബി വര്യർ റിപ്പോർട്ട് ചെയ്തത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. പരിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളിൽ ഒരു പ്രത്യേകമായ രാവ് വരാറുണ്ട്. ആ രാവ് 1000 കൊല്ലത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവാണ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം എന്ന് പറയുമ്പോൾ ഏകദേശം 83 വർഷവും 4 മാസവുമുള്ള അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ ശ്രേഷ്ഠത എന്ന് കണക്ക് പറയാത്ത രൂപത്തിലുള്ള ഒരു രാവ് നമുക്ക് വരാനുണ്ട്. അതുപോലത്തെ രാവുകളുള്ള ഒട്ടനേകം പ്രതിഫലങ്ങളുള്ള ഒരു മാസമാണിത്. ആ രാവ് കരസ്ഥമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
അത് വിശദമായി പറയാൻ ഇവിടെ സമയമില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ തറാവിഹ് നിസ്കാരം, അതുപോലെ തന്നെ ഈ മാസത്തിൽ നോമ്പ് നമുക്ക് നിർബന്ധവും തറാവിഹ് നിസ്കാരം നമുക്ക് സുന്നത്തുമാണ്. ഒരാൾ ഒരു സുന്നത്ത് നിർവഹിച്ചാൽ അയാൾക്കൊരു ഫർളിന്റെ പ്രതിഫലവും, അതുപോലെ തന്നെ ഒരാൾ ഒരു ഫർള് നിർവഹിച്ചാൽ അയാൾക്ക് 70 ഫർളിന്റെ പ്രതിഫലവും ഉണ്ട് എന്ന് പഠിപ്പിച്ച മാസമാണിത്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവരെ നോമ്പ് പിറപ്പിക്കുന്നതിന് വേണ്ടി, അഥവാ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ നോമ്പ് മുറിപ്പിക്കുന്നവരുള്ള പ്രതിഫലത്തെ കുറിച്ചുകൊണ്ട് വളരെ വിശദമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിപാദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ ആളുകളെയും നോമ്പ് തുറപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സൗകര്യം ഞങ്ങൾക്കില്ലല്ലോ എന്ന് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുറച്ച് പാലും അതുപോലെ തന്നെ കാരക്കയും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് ഒരാൾ നോമ്പ് തുറപ്പിച്ചാലും ആ പ്രതിഫലം ലഭിക്കും. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് അനുഷ്ഠിച്ച ഒരാളെ വയറ് നിറപ്പിച്ചാൽ അവൻ എന്റെ ഹൗദുൽ കൗസർ നൽകപ്പെടും. ആ ഹൗദുൽ കൗസർ നൽകിയാൽ അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ പിന്നെ അവന് ദാഹമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ നോമ്പ് തുറകളും മറ്റുമൊക്കെ സമൂഹ നോമ്പ് തുറകളൊന്നും നടത്താൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ പാടെ നിർത്തിവെക്കണമെന്നില്ല. നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടൊരു നോമ്പ് തുറപ്പിച്ചാലും നമുക്ക് ആ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദമായി പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ എല്ലാമായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ട്രഷറും അതുപോലെ തന്നെ സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമിന്റെ അധ്യക്ഷനും പാലക്കാട് ജില്ലയിൽ ജമിയത്തുൽ ഉലമ രൂപീകൃതമായത് മുതൽ അതിന്റെ ജനറൽ സെക്രട്ടറിയും പാലക്കാട് ജില്ലാ റൈജ് ജമിയത്തുൽ മുഅല്ലിമിന്റെ അധ്യക്ഷനുമൊക്കെയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നൂറ്റാണ്ട് കാലം നമുക്ക് നേതൃത്വം നൽകി. എന്തുവേണ്ട, ഈ പാലക്കാട് ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളെയും പടുത്തുയർത്തുന്നതിൽ മുന്നിൽ നിന്നുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ ഓരോ മഹല്ലുകാർക്കും സുപരിചിതനായ, അഥവാ ഉസ്താദിനെ സംബന്ധിച്ചുകൊണ്ട് ഏത് മഹല്ല് പറയുമ്പോഴും അവിടുത്തെ ആളുകളുടെ പേരും അവരുടെ വാപ്പാരുടെ പേരും ഒക്കെ സഹിതം അറിയുന്ന ഓരോ കുടുംബങ്ങളെയും നേരിട്ട് പരിചയമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ ശാഖയിലും ഈ ജില്ലയിലും ഒന്നും ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം അദ്ദേഹം സുപരിചിതനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഉസ്താദ് ഓരോ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ ചാരത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മേലേതിൽ അബ്ദുള്ള മുസ്ലിയാർ മുണ്ടേക്കാരാട് പ്രദേശത്തൊട്ടനേകം പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്നതിൽ നിസ്സീമമായി പങ്കുവഹിച്ച മഹാനവറുകൾ. ബഹുമാനപ്പെട്ടവര് ഉസ്താദിന്റെ ബുദ്ധിയും അതുപോലെ തന്നെ ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളിലുള്ള ജാഗ്രതയും ഒക്കെ കണ്ടപ്പോ ഉസ്താദിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു, ഇത്രേ ഇവനെ ഒരു ആലിമാക്കണം, ഇവനെ നമ്മൾക്ക് വിട്ടുതരണമെന്ന്. അങ്ങനെയാണ് ഉസ്താദിന്റെ ദർസി പഠനം ആരംഭിക്കുന്നത്. പിന്നീട് ഉസ്താദം കൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരുമായി ഇടപഴകുകയും അവരുടെ ശിഷ്യന്മാരാകാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. 21ാം നൂറ്റാണ്ടിലെ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും പാണ്ഡിത്യത്തിന്റെ അസ്തമിക്കാത്ത സൂര്യ തേജസ്സുമായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്
ബഹുമാനപ്പെട്ട ഓട്ടുമല ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞനബി ഉസ്താദ് തുടങ്ങിയ മഹാപണ്ഡിതന്മാരാണ് ഉസ്താദിന്റെ ഉസ്താദുമാണ്. മാത്രമല്ല ഉസ്താദ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്നും ബിരുദമെടുത്തുകൊണ്ട് ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് മുഖലിസായ ഒരു പണ്ഡിതൻ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശനിരകളിൽ മുന്നിൽ നിന്നുകൊണ്ട് പോരാടിയ ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ബഹുമാനപ്പെട്ടവരോട് കൂടെയാണ് ഉസ്താദിന്റെ പ്രവർത്തനം ആദ്യമായി തുടങ്ങുന്നത്. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ വർഷങ്ങളോളം ജോലി ചെയ്യുകയും അതിനുശേഷം മണ്ണാർക്കാട് ദാറുൻ നജാത്തിലും, അതിനുശേഷം ഒരു കൊല്ലത്തോളം നമ്മുടെ കുളപ്പറമ്പ് ജുമാ മസ്ജിദിലും, അതിനുശേഷം വർഷങ്ങളോളം പട്ടാമ്പി ജുമാ മസ്ജിദിലും, അവസാനമായി ബഹുമാനപ്പെട്ട പുത്തപ്പള്ളി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് അവിടുത്തെ ഖത്തീബും പ്രിൻസിപ്പാളും ഒക്കെയായി ദീർഘകാലം ജോലി ചെയ്തുകൊണ്ടാണ് ഉസ്താദ് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം വളരെ വാർദ്ധക്യനിലയിലായ സമയത്തും ഉസ്താദ് ഒരു ചെറുപ്പക്കാരനെ പോലെ സംഘടനാ രംഗത്ത് ഏതാനും മരണത്തിന്റെ ഒരാഴ്ച മുമ്പ് പോലും സംഘടനാ പരിപാടികൾ പങ്കെടുക്കുകയും അതിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും മാത്രമല്ല, ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അതിന്റെ തലേ ദിവസം ഉസ്താദ് 100,000-ഓളം വരുന്ന മുഅല്ലിമീങ്ങളുടെ നേതാവായി അതിന്റെ അധ്യക്ഷനായി നയിക്കുന്ന ആ സംഘത്തിലെ മുഅല്ലിമീങ്ങൾക്ക് ഒരു സംഖ്യ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസപ്പെടുമ്പോൾ അവർക്കെല്ലാം ഒരു സംഖ്യ പ്രഖ്യാപിച്ചുകൊണ്ടതിന്റെ ആഹ്വാനത്തിന് ശേഷമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ എന്തുകൊണ്ടും വലിയ ഭാഗ്യവാനാണെന്ന് മാത്രമല്ല, ഈ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഉയർന്ന സ്ഥാനങ്ങളിലെത്തി അള്ളാഹു ഉസ്താദ് അവരുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഉസ്താദിന് ഈ ലോകത്ത് കോടിക്കണക്കിന് ദിക്റുകളും അതുപോലെ തന്നെ കോടിക്കണക്കിന് തഹ്ലീലുകളും ആയിരക്കണക്കിന് ഇഖ്ലാസുകളും ആയിരക്കണക്കിന് ഖത്മുകളും ഒക്കെ ഈ കേരളക്കരക്ക് പുറത്തും അകത്തുമുള്ള ആളുകൾ ചൊല്ലി ഉസ്താദിന്റെ പേരിൽ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഇപ്പോഴും ഉസ്താദിന്റെ പേരിലുള്ള ദുആ അനുസ്മരണങ്ങളും മറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ അദ്ദേഹത്തിന്റെ ആഖിറം, അദ്ദേഹത്തിന്റെ പരലോകം വിജയിപ്പിക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലാസ്സിന് വഴിമാറി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ-ഫായിസിന ബിറില്ലാഹി അമ്മാ ബഅദ്. SKSSF തോണിപ്പുറം ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ച റമളാൻ വാരാന്ത ഓൺലൈൻ പഠന ക്ലാസിന്റെ തുടക്ക ദിനത്തിലാണ് ഓൺലൈൻ വഴി ഇതിന്റെ ബന്ധുക്കളൊക്കെ ഒത്തുചേർന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. മഹത്തായ ഈ സംഗമം സംഘടിപ്പിച്ച തോണിപ്പുറം ശാഖ യൂണിറ്റ് നേതൃത്വത്തെയും സഹായികളെയും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയ SKSSFന്റെ സജീവ പ്രവർത്തകരായ ബഹുമാന്യനായ സുഹൃത്ത് TK സുബൈർ മൗലവി, സാബുദ്ദീൻ ഫൈലി, റഫീഖ് ഫൈലി ഉൾപ്പെടെയുള്ള ധാരാളം നേതാക്കളെയും സഹായികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. മഹത്തായ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച ഈ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് സാദിഖ് ഫൈലി, ഇവിടെ
ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി ഈ ചടങ്ങ് ആമുഖം കുറിച്ചു തന്ന SKSSF-ന്റെ സംസ്ഥാന കൗൺസിലർ കൂടിയായ PK സുബൈർ മൗലവി, ഈ സംഘത്തിൽ സ്വാഗതം അരുളിയ ഇതിന്റെ ജനറൽ സെക്രട്ടറി TK ഷർഫുദ്ദീൻ അൻവരി, ഈ മഹത്തായ സംഘത്തിന്റെ ട്രഷറർ അറുവൻപുഴ സലീം, മറ്റു ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവർക്കും അള്ളാഹു വിശുദ്ധ റമളാനിലെ സുഹൃതങ്ങൾ ഏറ്റുവാങ്ങി നിർവൃതി അടയാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ മഹത്തായ പരിപാടി അല്പം ചില വാക്കുകളുമായി നിങ്ങളോട് ഒത്തുചേർന്ന് ഞാൻ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധമായ റമളാനിലെ സവിശേഷ ആരാധനയായ നോമ്പ് ഹിജ്റ 2-ാം വർഷം അള്ളാഹു നിയമമാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്ക് മാത്രം പ്രത്യേകമായ ഒരു ആരാധനയാണിത്. മറ്റു പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും മതസ്ഥർക്കുമൊക്കെ നോമ്പുണ്ടായിട്ടുണ്ടെങ്കിലും ഈ കണക്കിലും കൃത്യതയിലും അതുണ്ടായിട്ടില്ല. വ്യത്യസ്തതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതൊരു ആരാധന ചെയ്യുമ്പോഴും ഒരു കാര്യം നിർവഹിക്കുമ്പോഴും പൊതുവായി മനുഷ്യ മനസ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആ കാര്യം ചെയ്താൽ എന്താണ് നേട്ടം ലഭിക്കുക? ഇതൊരു സ്വാഭാവിക മനുഷ്യന്റെ പ്രകൃതി സിദ്ധമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താണ് അതിലൂടെ മതപരമായും മറ്റും നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്നതിനെ ആധാരമാക്കി അല്പം ചില വാക്കുകളുമായി നിങ്ങളോട് ഒത്തുചേരാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അള്ളാഹു പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിയമമാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് നേടാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അത് തഖ്വ ആർജിക്കുക എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതമായ ഒരു പദപ്രയോഗമാണ്. മുത്തഖിയായ മനുഷ്യൻ, തഖ്വയുള്ള ആള് എന്നൊക്കെ സാധാരണക്കാര് കൂടി ഈ ശബ്ദം ഉപയോഗിച്ചു വരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ വിലക്കുകളും ശിരസാവഹിക്കുക എന്നതാണ് തഖ്വ. എടുക്കാൻ പറഞ്ഞത് എടുക്കുക, അത് അനുസരണയോടെ എടുക്കുക. ഒഴിക്കാൻ പറഞ്ഞതും അനുസരണയോടെ ഒഴിക്കുക. എടുക്കുന്നതിനും ഒഴിക്കുന്നതിനും വിവിധ രീതികളുണ്ട്. അനുസരണയോടെ ആവണം, അതാണ് ഭക്തി. എങ്ങനെയാണ് നോമ്പിലൂടെ ഈ തഖ്വ ആർജിച്ചെടുക്കാൻ കഴിയുക? ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യന്റെ ശരീരം മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് നിക്ഷേപിച്ച ഈ കൂടാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ആഗ്രഹങ്ങളുടെ വലയത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതുവായ ഒരു രീതി ഒരു പൊതുവായ ശരീരത്തിൽ നിന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം, തത്വം, ആരാണ് അവന്റെ കൽപ്പനകൾ, അവന്റെ നിയമങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുക എന്ന് പരീക്ഷിക്കാനായാണ്. അതിനുള്ള സംവിധാനങ്ങളാണ് അള്ളാഹുവിടെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആത്മാവ് നിക്ഷേപിച്ച ശരീരത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. അത് നന്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രകൃതമല്ല. നന്മകളോട് രാജിയാവുന്ന, വിഘടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് സാധാരണ ശരീരങ്ങൾക്ക് ഉണ്ടാവുക. ഞാനൊരു സംഭവം പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബുദ്ധിയെ സൃഷ്ടിച്ചു. ഹദീസിൽ കാണാം,
ബുദ്ധിയെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വാ എന്ന് അള്ളാഹു പറഞ്ഞു. എത്ര വന്നു. തിരിച്ചു പോവാൻ പറഞ്ഞു, വന്നു. അതും അനുസരിച്ചു. പിന്നീട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ ആരാണ്? നീ ആരാണ്? ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ അന്ത റബ്ബി വാന അബ്ദുക്കൽ ലഈഫ്, നീ എന്റെ രക്ഷിതാവാണ്, ഞാൻ നിന്റെ ദുർബലനായ അടിമയാണ്. ഇങ്ങനെയാണ് മറുപടി ഉണ്ടായത്. ഇനി ഇതിനോട് കൂട്ടി വായിക്കുക, അള്ളാഹു ശരീരത്തെ സൃഷ്ടിച്ചു. ശരീരത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ. സമ്മതിച്ചില്ല, അതിന് ഉത്തരം ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു, നീ ആര്? ഞാൻ ആര്? നമ്മുടെ ശരീരം മറുപടി നൽകിയത് അന അന അന്ത അന്ത, ഞാൻ തന്നെ, നീ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അനുസരണ സ്വഭാവം കാണിച്ചില്ല എന്നർത്ഥം. അള്ളാഹു നടപടി സ്വീകരിക്കുകയാണ്. ഹദീസിൽ കാണാം, അള്ളാഹു നരക ശിക്ഷക്ക് ശരീരത്തെ 100 വർഷത്തിന് അള്ളാഹു വിധേയമാക്കി. അതിൽ നിന്ന് പുറപ്പെടുവിച്ചു. ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോഴും മറുപടി ആദ്യത്തേത് തന്നെയായിരുന്നു, നീ തന്നെ, ഞാൻ തന്നെ. അള്ളാഹു ഇവിടെ പിന്നീട് സ്വീകരിച്ച മാർഗം നോമ്പും തമ്മിൽ ഉള്ള ബന്ധത്തെയാണ് ഞാൻ ഈ സംഭവത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നാറുൽ ജൂൾ എന്ന് പറഞ്ഞ വിശപ്പിന്റെ തീ, സ്പെഷ്യലായ നാറുൽ ജൂയിൽ അള്ളാഹു ശരീരത്തെ 100 വർഷം ഇടുകയും വിശപ്പിന്റെ തീയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി മോചിതനായ ശരീരത്തോട് അള്ളാഹു പിന്നീട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ ആരാണ്? അപ്പോൾ ഉണ്ടായ മറുപടി, നീ എന്റെ രക്ഷിതാവാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്നായിരുന്നു. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിശപ്പ് കൊണ്ട് അള്ളാഹു ശരീരത്തെ ഒതുക്കി നിർത്തിയപ്പോൾ, പരീക്ഷിച്ചപ്പോൾ വഴങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആ ശരീരം എത്തിച്ചേർന്നതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പ്രതീക്ഷ തന്ന ലഅല്ലകും തത്തഖൂൻ, നോമ്പിലൂടെ നിങ്ങൾക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിയും, അഥവാ തഖ്വയുടെ ചുരുക്കം അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയും എന്നുള്ള ഈ വസ്തുത ചില നിയന്ത്രണങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരിടത്ത് കാണാം, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹى النفس عن الهوى فإن الجنة هي المأوى. ശ്രദ്ധിക്കൂ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛകളെ ഒരാൾ നിയന്ത്രിച്ചാൽ അവന്റെ സങ്കേതം സ്വർഗമാണ്. അപ്പൊ ദേഹേച്ഛകളെ നിയന്ത്രിക്കുക വഴി സ്വർഗം നേടാൻ കഴിയും എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരിടം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും വേഗം ചെല്ലണം. ആർക്കാണ് അത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? ഇവിടെയാണ് അടിവരയിടേണ്ടത്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം കൂട്ടി വായിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്, സ്വന്തം ശരീരത്തിന് മണിക്കൂറുകളോളം അതിന്റെ ആഗ്രഹങ്ങൾ തടഞ്ഞു വെച്ച് ഭക്ഷണം, വെള്ളം, വിചാരങ്ങൾ തുടങ്ങി ദേഹത്തിന്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടുക വഴി ശരീരത്തെ അനുസരിപ്പിക്കാൻ കഴിയുമെന്നും ദേഹേച്ഛകളെ വെടിഞ്ഞാൽ മുത്തഖിയാവാൻ കഴിയുമെന്നും അതിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുമെന്നും ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നോമ്പിന്റെ പരമമായ ലക്ഷ്യം. അള്ളാഹു ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന നോമ്പുകാരി നമ്മയും ഇതിന്റെ സംഘാടകരെയും ശ്രോതാക്കളെയും സഹായികളെയും എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, രണ്ടാമതൊരു നേട്ടം നോമ്പിലൂടെ നമുക്ക് നേടാവുന്ന രണ്ടാമതൊരു നേട്ടം അൽ ജബറുൽ ബുഅദി ബൈനൽ ഫുഖറാഇ വൽ അഗ്നിയാ, പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും ഇടയിലുള്ള അകലം പരിഹരിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ദിനേന ആവശ്യമുള്ള ഭക്ഷണം, ആഗ്രഹിക്കുന്ന പാനീയം
ഉദ്ദേശിക്കുന്ന ഉടയാട, സൗകര്യപൂർവമായ ഭവനം, സഞ്ചാരയോഗ്യമായ വാഹനം തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ആഗ്രഹിക്കുന്നതൊക്കെയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൃദ്ധിയുള്ള ധനാഢ്യരും പണക്കാരും സൗകര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പ് ഒരു പാഠമല്ലേ? 12 മണിക്കൂർ സമയം ഏകദേശം ഭക്ഷണം വെടിഞ്ഞ്, വെള്ളം വെടിഞ്ഞ്, ഭക്ഷണം തന്റെ അടുത്തുണ്ട്, വെള്ളം തന്റെ അടുത്തുണ്ട്, തന്റെ ആഗ്രഹം ശമിപ്പിക്കാനുള്ള തന്റെ അടുത്തുണ്ട്. പക്ഷെ എല്ലാം അള്ളാഹുവിന് വേണ്ടി അവൻ മാറ്റി നിർത്തുകയാണ്. എന്നൊരിടത്ത് മോമിന്റെ വിശേഷണങ്ങൾ പരാമർശിക്കുന്നിടത്ത് മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാം അവനെ എനിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരു പാഠം ഇവിടെ പഠിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് വലിയ പ്രയാസം അനുഭവിക്കുന്ന, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, ഭവനമില്ലാത്ത, സഞ്ചാര സൗകര്യങ്ങളില്ലാത്ത, ആഗ്രഹങ്ങൾ പൂവണിയാത്ത, എന്നും വേദന മാത്രം പേറിക്കഴിയുന്ന പാവപ്പെട്ട സഹോദരന്മാരുടെ സ്ഥിതി സ്വന്തം അനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞുകൊണ്ട് ഒരു മാനസികമായ പരിവർത്തനത്തിന് വിധേയരായി കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ ധനികരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തത്വം കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പിലൂടെ സംവിധാനിച്ചിരിക്കുകയാണ്. ഇത് നോമ്പിന്റെ മറ്റൊരു നേട്ടമാണ്. ഞാൻ ഓർക്കുന്നു, മഹാനായ തസൗഫിന്റെ മഹാരഥരിൽ ഒരാളായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളെ ഒരു ശൈത്യകാലത്ത് ഒരു സഹോദരൻ സന്ദർശിച്ചു. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് വിറക്കുകയാണ്. എന്നാൽ തന്റെ വിറയൽ ശമിപ്പിക്കാനുള്ള വസ്ത്രം അദ്ദേഹം ഒരു കുളത്തിയിൽ തൂക്കിയിട്ടുണ്ട്. ആഗതന് വലിയ ആശ്ചര്യമായി. ആഗതൻ ചോദിച്ചു, അല്ലയോ മഹാരഥരെ, നിങ്ങളിൽ തണുപ്പ് സമയത്ത് തണുപ്പകറ്റാനുള്ള വസ്ത്രം മാറ്റിവെച്ച് എന്താണ് നിങ്ങൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത്? മഹാനുഭാവൻ നൽകിയ മറുപടി, പാവപ്പെട്ടവരോട്, കഷ്ടത അനുഭവിക്കുന്നവരോട് മാനസികമായി പിന്തുണയർപ്പിക്കാനും ഐക്യദാർഢ്യം അറിയിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. നോമ്പിൽ അതുണ്ട് എന്ന് അറിയിക്കാനാണ് ഞാൻ ഈ സംഭവം സൂചിപ്പിക്കുന്നത്. മഹാനുഭാവൻ പറഞ്ഞു, ലൈസലി അൽ ഫുഖറാഉ കസീർ, ലോകത്ത് ധാരാളം പാവപ്പെട്ട ആളുകളുണ്ട്. ലൈസലി ത്വാഖത്തു മുവാസാതിഹിം ബിസിയാബ്, എല്ലാവർക്കും തണുത്തു വിറക്കുന്ന എന്നെ പോലെ തണുത്തു വിറക്കുന്ന പാവങ്ങൾക്കൊക്കെയും വസ്ത്രം നൽകി സഹായിക്കാൻ എന്റെ കൈവശമില്ല. ഫവാസിഹിം, അപ്പൊ ഞാൻ അവരോട് സഹകരിക്കുന്നു, ഞാൻ അവരോട് ഐക്യപ്പെടുന്നു. എന്തുകൊണ്ട് ഐക്യപ്പെടുന്നു? ബിതഹമ്മുലിൽ ബറദി, തണുപ്പ് സഹിച്ചുകൊണ്ട്, കമായ തഹമ്മലൂൻ, അവരും തണുപ്പ് സഹിക്കുന്നത് പോലെ അവരോട് ഒത്തുചേരാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവരോട് സഹകരിക്കുന്നു എന്ന് മഹാനുഭാവൻ പറഞ്ഞത് ചിന്തനീയമായ ഒരു സംഭവമാണ്. സയ്യിദനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ അധിപനായി വാണ മഹാനുഭാവന്റെ ഒരനുഭവം. മഹാനുഭാവന് സുഭിക്ഷതയുള്ള, തന്റെ കൈവശമുള്ള സുഭിക്ഷത താൻ അനുഭവിക്കാതെ, പറം പിടിച്ച കാലഘട്ടത്തിൽ താൻ സുഗമമായി ഭക്ഷണം കഴിക്കാതെ, മഹാനുഭാവൻ പാവപ്പെട്ട ആളുകള് അവരെ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശരിയായി എന്റെ കൈവശത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ 2 സംഭവവും പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ, മിർഖാത്തുൽ മസാബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥം 2ാം വാള്യത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് പരിശുദ്ധമായ ഈ നോമ്പ് പാവപ്പെട്ടവരെ സഹായിക്കാൻ, കഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് പ്രചോദനമേകണം. ഇവിടെ എന്റെ മുൻപ് പ്രസംഗിച്ച ആളുകളൊക്കെയും സൂചിപ്പിച്ചതുപോലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവാസി ലോകത്തുള്ള വിശിഷ്യ നമ്മുടെ സഹോദരന്മാരും നാട്ടിലുള്ള വ്യക്തികളും സംഘങ്ങളും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് നടത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവർക്കും കുടുംബത്തിനും സഹായികൾക്കും ഗുണകാംക്ഷികൾക്കും ഒത്താശ ചെയ്തവർക്കും ഐഹികവും പാരത്രികവുമായ വിജയവും നേട്ടം കൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സന്ദർഭോചിതമായി ഞാൻ പ്രാർത്ഥന കൂടെ ചെയ്യുകയാണ്. മറ്റു നോമ്പിന്റെ നേട്ടങ്ങളിൽ ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ദൈർഘ്യം പകർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. സഹോദരന്മാരെ, ആരോഗ്യരംഗത്തുള്ള മുന്നേറ്റമാണ് നോമ്പിന്റെ മറ്റൊരു നേട്ടം. 24 മണിക്കൂറും
ഭക്ഷണവും വെള്ളവും മറ്റും ഒക്കെ ഉപയോഗിച്ച് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനനേന്ദ്രിയങ്ങൾക്ക് നാം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതിലൂടെ നമുക്ക് ആരോഗ്യം സമ്പാദിക്കാനും മറ്റു ധാരാളം നേട്ടങ്ങളും നമുക്കുണ്ട് എന്നുള്ളത് അത് ശാസ്ത്രലോകം കൂടെ അംഗീകരിച്ചത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഇസ്ലാം ഒരു പ്രകൃതി മതമാണ് എന്ന് നമുക്ക് തുറന്നു പറയാൻ കഴിയും. കാരണം പ്രകൃതി സംവിധാനിച്ച അള്ളാഹു തന്നെയാണ് അതിനിണങ്ങിയ നിയമങ്ങളും സംവിധാനിച്ചിട്ടുള്ളത്. ധാരാളം അമുസ്ലിം ചിന്തകർ പോലും നോമ്പിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ധാരാളം ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയത് നമ്മൾ വീക്ഷിക്കുമ്പോൾ അവർ നടത്തിയത് നമ്മുടെ നിയമത്തോട് യോജിച്ചത് കൊണ്ട് നമ്മൾ അത് എടുത്തു പറയുകയാണ്. അത് മാത്രം തെളിവായി ഉദ്ധരിക്കുകയല്ല ചെയ്യുന്നത്. യാഥാർത്ഥ്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണമല്ലോ. വലിയ ഒരു ചിന്തകനും ഡോക്ടറുമായ ഡോക്ടർ ജെറാർഡ് എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയുടെ നോമ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിശേഷണം ഒരിക്കൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇസ്ലാമിലെ നോമ്പ് ലോകത്തുള്ള ജനങ്ങളെല്ലാം സാർവത്രികമായി നടപ്പാക്കിയാൽ ലോക മനുഷ്യരുടെ ആരോഗ്യം എത്രയോ മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, പാശ്ചാത്യ ചികിത്സയുടെ പിതാവെന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ രോഗികളായ ജനങ്ങളോട് നോമ്പനുഷ്ഠിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഒരിക്കൽ ഒരു പത്രലേഖനത്തിൽ ഒരു മുസ്ലിമിന്റെ നോമ്പിന്റെ വീക്ഷണം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കും, ഞാനും വായിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നോമ്പിലൂടെ കാര്യമായ നേട്ടങ്ങള്, ഒന്ന് നമുക്ക് നോമ്പിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമായ നേട്ടങ്ങള്, ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിന്റെ സംസ്കരണം, സഹനശക്തി, ക്ഷമ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശേഷി, അതുപോലെ ആരോഗ്യകരമായി ശരീരത്തിലെ അമിത കൊഴുപ്പിനെയും മാലിന്യങ്ങളെയും നമുക്ക് തടയാൻ കഴിയുന്നു. വിഷപ്പ് അനുഭവിക്കുന്നവന്റെ വേദന നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം ചിന്തകന്മാരും നിഷ്പക്ഷമതികളും അതവർ പറയാൻ കാരണം അവരുടെ മതഭ്രാന്തോ അവരുടെ പക്ഷപാതിത്വമോ അല്ല, അവരുടെ ജ്ഞാനവും ശാസ്ത്ര വിവരവുമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് അല്ലാഹു സംവിധാനിച്ച ഈ മഹത്തായ മാസം ഇതൊക്കെ നേടാനും അകലങ്ങൾ പരിഹരിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഉൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകി സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ നിയമവശങ്ങളിലേക്കും മറ്റുമൊക്കെ ഞാൻ ഇപ്പോൾ ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. നോമ്പ് ആർക്കാണ് നിർബന്ധമുള്ളത്, ആർക്കാണ് ഒഴിവുള്ളത്, ആരൊക്കെയാണ് ഖളാ വീട്ടേണ്ടത്, ആർക്കാണ് ഖളാ വീട്ടേണ്ടാത്ത ബാധ്യതയുള്ളത്, ഖളായോടുകൂടെ ആരൊക്കെയാണ് പ്രായശ്ചിത്തം നൽകേണ്ടത് തുടങ്ങിയ ധാരാളം നിയമവശങ്ങൾ ഇതുമായി സംസാരിക്കാനുണ്ട്. കുറെയൊക്കെ നമുക്കൊക്കെ പരിചയമുണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സംശയം നേരിടുമ്പോൾ അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തി ഒരറിവോടുകൂടുള്ള ഒരു ആരാധനയായി നമ്മുടെ ആരാധന മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ തുടർന്നുള്ള നമ്മുടെ ഞായറാഴ്ചകളിൽ വരുന്ന പണ്ഡിതന്മാരും പ്രഭാഷകരും അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമളാനിനെ നമ്മൾ സ്വാഗതം ചെയ്തു. അൽഹംദുലില്ലാഹ്, ധാരാളം സുകൃതങ്ങൾ ചെയ്ത് ആ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന വിധം അതിനെ യാത്രയാക്കാൻ പടച്ചവൻ ഇതിന്റെ സംഘാടകർക്കും ഗുണകാംക്ഷികൾക്കും സഹായികൾക്കും വീക്ഷകർക്കും നല്ല മനുഷ്യർക്കും അല്ലാഹു സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ എല്ലാവരും സൂചിപ്പിച്ച കോവിഡ്-19 വലിയ പ്രതിസന്ധിയിൽ കഴിയുന്ന ലോക മനുഷ്യർക്ക് അല്ലാഹു സമാധാനവും കരുണയും വർഷിപ്പിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മോട് കണ്ടുമുട്ടുമ്പോഴും മറ്റുമൊക്കെ ദുആ ചെയ്യണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ടേൽപ്പിച്ച സഹോദരന്മാർക്കും സഹോദരിമാർക്കും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. മഹത്തായ ഈ മാസത്തിൽ ലക്ഷക്കണക്കായ ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശിഷ്യ കാരുണ്യത്തിന്റെ പത്തുകൂടെയാണ് അവന്റെ കാരുണ്യം വർഷിക്കുമ്പോൾ നമ്മളാക്കിയ ഇവിടെ അനുസ്മരിച്ച ശൈഖുനാ സി.കെ.എം. സാദിഖ് ഉസ്താദ്,
സമസ്ത എന്ന വടവൃക്ഷത്തിന് അതിനെ പടുത്തുയർത്തി അതിനെ സഹായിച്ച് അതിനെ ലോകോത്തരം വളർത്തിയ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള വലിയ തലമുതിർന്ന നേതാക്കൾ, ഉമറാക്കൾ, അതിന് സാമ്പത്തികമായി മറ്റും സഹായം ചെയ്തു കൊടുത്തവർ, ജീവിച്ചിരിപ്പുള്ളവർ, മരണപ്പെട്ടവർ, ഈ മഹത്തായ തൂണിപ്പുറം ശാഖ സംഘടിപ്പിച്ച ഈ മഹല്ല് മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ മഹല്ലിന്റെ ശില്പികളിൽ ഒരാളായ CM മുഹമ്മദ് മുസ്ലിയാർ എന്റെ വന്യപിതാവ് കൂടെയാണ്. അതോടൊപ്പം ദീർഘകാലം ഈ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് നാം ബാങ്കുരി കേട്ട എന്റെ ഗുരുനാഥൻ, പലരുടെയും ഗുരുനാഥൻ, ഈ നാടിന്റെ ഗുരുനാഥൻ എന്ന് പറയാവുന്ന TK ഹംസ ഉസ്താദ്, മറ്റു ധാരാളം നമ്മുടെ കുടുംബങ്ങൾ, മുഅ്മിനുകൾ, രോഗശയ്യയിൽ കഴിയുന്നവർ, ജീവിതത്തിലോ മരണത്തിലോ എന്ന് പറയാൻ കഴിയാത്ത വിധം അത് രണ്ടിന്റെയും ഇടയിൽ കഷ്ടപ്പെട്ട് കഴിയുന്നവർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും അഭിവൃദ്ധിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ വേദനിക്കുകയാണ്. ജുമയില്ലാത്ത വെള്ളിയാഴ്ചകൾ, റമദാനിലെ വിശേഷ ആരാധനകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുമ്പോ കൊട്ടിയടക്കപ്പെട്ട മസ്ജിദുകൾ, നമ്മുടെ സംഗമ വേദികൾ എല്ലാം നമുക്ക് തടസ്സങ്ങളും നിയന്ത്രണങ്ങളും നേരിട്ടപ്പോ ഓൺലൈൻ വഴിയായി സമൃദ്ധമായ ഇത്തരം പഠന ക്ലാസുകൾ എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രയാസങ്ങൾ നീക്കി നല്ല അവസ്ഥയിലേക്ക് ലോകത്തെ അല്ലാഹു തിരിച്ചെത്തിക്കുമാറാവട്ടെ. ഈ വലിയ പരീക്ഷണത്തിൽ നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ് മനുഷ്യർക്കിടയിലുള്ള മതിൽക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് മനുഷ്യൻ എന്ന ഒരൊറ്റ കുടുംബം എന്നുള്ള ചിന്തയിൽ എല്ലാവരെയും ആശ്രയിച്ചേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ എന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെന്ന ഒരൊറ്റ വിശാല വീക്ഷണത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് മനുഷ്യർക്കൊക്കെ സേവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അരുളുമാറാവട്ടെ. നമ്മെ തകർക്കുന്നതിൽ നമ്മെ സഹായിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതര ജാതിക്കാരായ എത്രയോ സഹോദരന്മാർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ സഹായികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, അവർക്ക് നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. അവർക്ക് അല്ലാഹു അഭിവൃദ്ധിയും ഹിദായത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നല്ല ചിന്തയും അതിനൊത്ത പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരെ ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് വീക്ഷിച്ചവർക്ക് ഞാൻ എന്റെ വ്യക്തിപരമായ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ ബിറളില്ലാഹി മഅബൂദ്. സർവാധീനനും ബഹുമാനീയമായ ഈ സംഘശക്തിയുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് CM സാദിഖ് ഫൈസി അവരുടെ ഈ യോഗം സ്വാഗത ഭാഷണം നിർവഹിച്ച ഈ സംഘടനയുടെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ അസ്ലം ഉസ്താദ് അവരുടെ, നമുക്ക് ആമുഖ പ്രഭാഷണം നിർവഹിച്ച TK സുബൈർ മുസ്ലിയാർ, അതുപോലെ മറ്റ് നമ്മുടെ സംഘടനയുടെ മറ്റു ഭാരവാഹികളെ, ഓൺലൈൻ വഴി ഈ പ്രഭാഷണം കേട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSF തോണിപ്പുറം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ റംസാൻ പ്രഭാഷണത്തിലാണ് നാം ഇതുവരെ സംഗമിച്ചിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ COVID-19 എന്ന ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നെങ്കിൽ ഈ യൂണിറ്റിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് പദ്ധതികളും പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നാം പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു സിയാറത്തൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്നത് ഇങ്ങനെ ഓൺലൈൻ വഴി നമ്മളെ കൊണ്ട് പറ്റുന്ന മതപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഈ യൂണിറ്റിന്റെ കീഴിലും നമ്മൾ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയും അൽഹംദുലില്ലാഹ് ഇന്നതിന്റെ തുടക്കം എന്നോണം
വളരെ ഭംഗിയായി അത് നടത്താൻ നമുക്ക് സാധിച്ചു. എങ്കിലും ചില നമ്മുടെ ഓൺലൈൻ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ പ്രയത്നിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ, വരും ഞായറാഴ്ചകളിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും എന്റെ കർത്തവ്യം ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുക എന്നതാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രത്യേകിച്ച് നന്ദിയൊന്നും അറിയിക്കേണ്ടതില്ലെങ്കിലും ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയായ CM സ്വാദിഖ് ഫതി അവർക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടിയും എന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മൾക്കൊക്കെ എല്ലാവിധത്തിലുമുള്ള നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല നമ്മോടൊപ്പം കൂടി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന AK സുബൈർ മുസ്ലിയാർ, അദ്ദേഹത്തിനും എന്റെ സ്വന്തം പേരിലും ഈ സംഘടനയ്ക്ക് വേണ്ടിയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിന്റെ ജനറൽ സെക്രട്ടറി, ഈ കാര്യങ്ങൾക്കൊക്കെ ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ ഷറഫുദ്ദീൻ അസ്ലമി അവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് മർമ്മപ്രധാനമായ, വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ മഹല്ലത്തെ ഖാദി കൂടിയായ CM അഷ്റഫ് ദാരി ഉസ്താദ് അവர்கள், അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ IT കോർഡിനേറ്റർ മുഹസിൻ, പറയാതിരിക്കാൻ കഴിയില്ല, ഇന്നലെ രാത്രി 12-1 മണി വരെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടുന്ന പരമാവധി കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. പിന്നെ നെറ്റിന്റെ ചില പ്രശ്നങ്ങൾ പല ഭാഗത്തും ഇങ്ങനെ ഓൺലൈൻ വഴി പല ആളുകളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ, നെറ്റ് സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അത് ലൈവ് കട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടി വന്നത്. മുഹസിനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ഇത്രയും നേരം ഓൺലൈൻ വഴി വീക്ഷിക്കുകയും ഇനി ഇത് കേൾക്കാൻ പോവുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്ന് വന്ന പാഴ്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള നല്ല പാഴ്ചകളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം സ്വീകരിച്ച് അല്ലാഹു നാളുകൾക്ക് ഉപകരിക്കുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടെ ഈ യോഗം അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ